വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 1.5 ലക്ഷത്തോളം പേർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും എന്നതാണ് കോൺഗ്രസ് പ്രതീക്ഷ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇനി അല്പസമയവും കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 10 മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ടീം VDS അധികാരമേൽക്കുകയാണ്. 21 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സ്റ്റേഡിയം ഇപ്പോൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ 8 മണി മുതൽ തന്നെ, അതിനു മുൻപ് തന്നെ പ്രവർത്തകർ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം 8 മണിയോട് കൂടിയാണ് പ്രവർത്തകരെയൊക്കെ ഈ സ്റ്റേഡിയത്തിനുള്ളിലേക്ക്, ഈ പന്തലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ തുടങ്ങിയത്. 9 മണിവരെയാണ് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും പാസ് മുഖേനയാണ് സ്റ്റേഡിയത്തിനകത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. ഏതായാലും ആളുകൾ പ്രവേശിച്ചിരിക്കുന്നു. അവിടെ നിറയെ ആളുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 25,000-ഓളം പേർക്ക് ഈ പന്തലിൽ നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് പല ലെയറുകളായിട്ടാണ് ആ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. അതിൽ ആദ്യം VVIPകൾ ആയിട്ടുള്ള ആളുകൾക്കാണ് അവിടെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരായിരിക്കും ആദ്യ നിരയിൽ ഉണ്ടാവുക. അതിനുശേഷം MLA-മാർ, അങ്ങനെ വിവിധ നിലയിലാണ് ഈ പന്തലിൻ്റെ ഈ സ്റ്റേജിൽ ആളുകൾക്കുള്ള ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത്. സ്റ്റേജിൽ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഗവർണർ, മറ്റ് മന്ത്രിമാർ ആ നിലയിലായിരിക്കും അവർക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കുക. നേരത്തെ മറ്റുള്ള നേതാക്കളെ കൂടി പന്തലിൽ നിർത്തണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ വേദിയിൽ ഇരുത്തണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ലോക് ഭവൻ നിഷേധിച്ചു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും മാത്രമായിരിക്കും വേദിയിൽ ഉണ്ടാവുക. ബാക്കിയുള്ള നേതാക്കളെല്ലാം താഴത്തെ വേദിയിൽ താഴെയായിരിക്കും ഇരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ ഒരു ജനത്തിരക്ക് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിന് തന്നെ ഉള്ളത്. തിരുവനന്തപുരത്തിന് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന് ചുറ്റുമൊക്കെ വലിയ ജനസഞ്ചയമാണ് ഉള്ളത്. എല്ലാവർക്കും തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവർക്കെല്ലാം തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ചടങ്ങ് തത്സമയം കാണാനുള്ള LED സ്ക്രീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അത്തരത്തിൽ പരമാവധി ഈ ആളുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കോൺഗ്രസും അതുപോലെ തന്നെ PRDയും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ നീണ്ട 10 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. അതിൻ്റെ എല്ലാ ആവേശവും പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും മിനിഞ്ഞാന്ന് മുതലുമൊക്കെ അവിടെ പ്രവർത്തകർ എത്തി നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. കന്റോൺമെൻറ്റ് ഹൗസിലും രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും KPCC ഓഫീസിലുമൊക്കെ ആയി നിരവധി പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇന്നലെ കൂടുതൽ പ്രവർത്തകർ, മലബാറിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകർ എത്തുന്ന കാഴ്ച, ലീഗിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു മുഖം എല്ലാവരും തന്നെ ഇപ്പോൾ തലസ്ഥാന നഗരിയിലുണ്ട്. തിരുവനന്തപുരത്തെ ഹോട്ടലുകളെല്ലാം ഇന്നലെ തന്നെ ഫുള്ളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുറി കിട്ടാനില്ലാത്ത ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്ത് ഇന്നലെയൊക്കെ ഉണ്ടായത്. അത്രയേറെ ആളുകൾ തിരുവനന്തപുരത്തേക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരത്തെ തന്നെ പാസുകൾ, ഈ അതിനകത്തേക്ക് കയറാനുള്ളവർക്ക് പാസുകൾ വിതരണം ചെയ്തിരുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത്. പന്തലിൽ 25,000-ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണുള്ളത്. അത് 3 പന്തലുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ 3 പന്തലുകളിൽ 25,000-ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് പുറമെ സ്റ്റേഡിയത്തിൽ കൂടിയുള്ള സൗകര്യവും കൂടി ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ആളുകളെല്ലാം ഇപ്പോൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വി ഡി സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി, അദ്ദേഹം രാവിലെ ചില കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. യാക്കോബായ സഭയുടെ അധ്യക്ഷൻ ജോസഫ് കാതോലിക്ക ബാവ അദ്ദേഹത്തെ ഒന്ന് കണ്ട് ആശംസകൾ അർപ്പിച്ചിരുന്നു. അങ്ങനെ പലരും കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് എത്തി. അതിനുശേഷം അല്പം മുമ്പ് 8:30 കൂടി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും എത്തുന്നുണ്ട്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവിടേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം
ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെല്ലാം തന്നെ തലസ്ഥാനത്തേക്ക് ഇന്നലെ മുതൽ തന്നെ ഉണ്ട്. അവരെല്ലാവരും കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. രാവിലെ KPCC പ്രസിഡന്റ് നിയുക്ത മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫ് അദ്ദേഹം പാളയം പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തി. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുക. അങ്ങനെ എല്ലാവരും തന്നെ വലിയ ഒരുക്കത്തിൽ തന്നെയാണ് ഉള്ളത്. കന്റോൺമെന്റ് ഹൗസിലൊക്കെ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന ശേഷമായിരിക്കും പിന്നീടായിരിക്കും അദ്ദേഹം ഈ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യം 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കും. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്കായി ടീം VDS റെഡിയായിരിക്കുകയാണ്. ആവേശക്കടലായിരിക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ആയിരങ്ങളാണ് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തുന്നത്. നിരവധി ആളുകൾ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള 21 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അതോടൊപ്പം തന്നെ തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. ആന്റണി, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു 1982 K കരുണാകരന്റെ സർക്കാരിന് ശേഷം മുഴുവൻ മന്ത്രിമാരും ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു മന്ത്രിസഭയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അതുപോലൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഒഴിച്ചുള്ള ബാക്കി പുതുമുഖങ്ങളാണ് ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതുപോലെ നിരവധി പ്രത്യേകതകളുള്ള ഒരു സർക്കാരാണ്, മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും 6 പതിറ്റാണ്ടിന് ശേഷം, ഏതാണ്ട് 60 വർഷത്തിന് ശേഷമാണ് UDFന് ഇത്തരത്തിൽ മുഴുവൻ പൂർണ്ണ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്നുള്ള പ്രത്യേകത ഈ സർക്കാരിനുണ്ട്. നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഏതാണ്ട് 11 ദിവസത്തോളം കോൺഗ്രസിന് എടുത്തു. പക്ഷേ ഈ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ അവർ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. വ്യാഴാഴ്ചയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങൾ കൊണ്ടാണ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇക്കാര്യങ്ങളിൽ ആരൊക്കെ മന്ത്രിമാരാകണം എന്നുള്ള കാര്യത്തിൽ ധാരണയായി. വൈകുന്നേരത്തോടു കൂടി തന്നെ ഗവർണർക്ക് ലിസ്റ്റ് മന്ത്രിമാരുടെ കൈമാറി. അങ്ങനെ 21 മുഖ്യമന്ത്രി അടക്കം 20 മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയ്ക്ക്, മുഖ്യമന്ത്രി അടക്കം 21 പേരുടെയും സത്യപ്രതിജ്ഞയ്ക്ക് അങ്ങനെ കളമൊരുങ്ങുകയാണ് ചെയ്തത്. ഏതായാലും അങ്ങനെ ഒരു ലക്ഷ്യം തന്നെയാണ് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം അവർ തീരുമാനിച്ചിരുന്നതും. മുഴുവൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആ ലക്ഷ്യം UDFനെ സംബന്ധിച്ച് നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ചെറിയ ചില അസ്വാരസ്യങ്ങളൊക്കെ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ അവർ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു. അത് അവർ ആ നിലപാടിൽ ഉറച്ചു നിന്നു. പിന്നീട് ചർച്ചകളിലൂടെ അത് പരിഹരിച്ച് അവിടെ ഒരു ചീഫ് വിപ്പ് സ്ഥാനവും ഒരു മന്ത്രിസ്ഥാനവും മോൻസ് ജോസഫിനെ മന്ത്രിയാക്കി അത് പരിഹരിച്ചു. അതുപോലെ തന്നെ ഈ ടേം വ്യവസ്ഥയിലാണ് ഒരു ചെറിയ പ്രശ്നം നിന്നിരുന്നത്. മാണി സി കാപ്പനും അതുപോലെ തന്നെ അനൂപ് ജേക്കബിനും 2 പേർക്കും 2.5 വർഷം വീതം എന്നുള്ള ടേമിൽ, അത് അനൂപ് ജേക്കബ് ആണെങ്കിലും മാണി സി കാപ്പനാണെങ്കിലും അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെയും അനുനയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ അനുനയിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞു. ലീഗ് ആദ്യമേ 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം കോൺഗ്രസ് അതിന് വഴങ്ങില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതും കോൺഗ്രസ് സമ്മതിക്കുകയും ചെയ്തു. RSPയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് കൃഷി വകുപ്പ് വേണ്ട എന്നുള്ളൊരു കാര്യം ഷിബു ബേബി ജോൺ അറിയിച്ചിരുന്നു. പിന്നീട് ഇന്നലെ ഇപ്പോൾ വനം വകുപ്പ് നൽകി അദ്ദേഹത്തെയും അനുനയിപ്പിച്ചു. അങ്ങനെ ഘടകകക്ഷികൾക്കിടയിൽ ചില അവരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചും അല്ലാതെയും അവരെ പറഞ്ഞു മനസ്സിലാക്കിയും ഒക്കെ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണ് ഒരു പ്രതിസന്ധി. ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്നുള്ളൊരു
ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇല്ല എന്നൊക്കെ ആദ്യം നിലപാടെടുത്തു. പിന്നീട് നേതാക്കൾ അദ്ദേഹത്തെ പോയി അനുനയിപ്പിച്ചു. അങ്ങനെ ആഭ്യന്തരമന്ത്രി ആകാം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് നൽകണമെന്നൊരു ആവശ്യം ചെന്നിത്തല വെച്ചു. അത് വി.ഡി. സതീശൻ അംഗീകരിച്ചു. അങ്ങനെ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല എത്തിയതോടുകൂടി തന്നെ കോൺഗ്രസിലെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. പിന്നീട് മന്ത്രി ആരാകണമെന്നുള്ള ചർച്ചകളാണ് ഉണ്ടായത്. ഏതായാലും അതിനൊടുവിലാണ് ഒരു പുതിയ ലിസ്റ്റ് കോൺഗ്രസ് ഇറക്കിയത്. അതിൽ ഒ ജെ ജനീഷ്, കെ എ തുളസി, റോജി എം ജോൺ അങ്ങനെ നിരവധി പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് 21 അംഗ മന്ത്രിസഭയിൽ 14 പേരും പുതുമുഖങ്ങളാണ്. അതിൽ മുഖ്യമന്ത്രി തന്നെ ഒരു പുതുമുഖമാണ് മന്ത്രി സ്ഥാനത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇതുവരെയും ഒരു മന്ത്രി ആയിട്ടില്ല. MLA ആയി നിന്നൊരാൾ നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ് വി.ഡി. സതീശനിലൂടെ. അങ്ങനെ മുഖ്യമന്ത്രി തന്നെ പുതുമുഖമായ ഒരു മന്ത്രിസഭയാണ് ഇത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ 14ഓളം അംഗങ്ങൾ ഇതിൽ ഈ കെ മുരളീധരൻ, അതുപോലെ തന്നെ അടക്കമുള്ള കുറച്ച് നേതാക്കൾ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, അങ്ങനെ 1-2 നേതാക്കൾ ഒഴികെ ബാക്കി എല്ലാ നേതാക്കളും പുതിയ ആളുകളാണ്, പുതുമുഖങ്ങളാണ്. ഒ ജെ ജനീഷൊക്കെ MLA ആയി ആദ്യ തവണ തന്നെ നിയമസഭയിലേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എം ലിജു, അദ്ദേഹം പുതുമുഖമാണ്. അങ്ങനെ പുതുമുഖം എന്ന നിലയിൽ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിനൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രതീക്ഷകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പേരുകളും ചർച്ചകളായി ഉയർന്നിരുന്നു. പക്ഷേ ആ ചർച്ചകൾക്കപ്പുറത്തേക്ക് ഒരു ചില ഈ ജനീഷൊക്കെ അത്തരത്തിൽ സർപ്രൈസായി വന്ന ഒരു മന്ത്രിസഭ കൂടിയാണ്. പുതുമുഖങ്ങൾ നിറഞ്ഞൊരു മന്ത്രിസഭയാണ് ഇത് എന്നുള്ളത്. പുതുമുഖങ്ങൾ മാത്രമല്ല, യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള, യുവാക്കളുടെ ഊർജ്ജസ്വലതയുള്ള ഒരു മന്ത്രിസഭ കൂടിയാണ്. വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിരിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രത്യേകതകൾ കൂടി ഉള്ള ഒരു മന്ത്രിസഭ തന്നെയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്നലെ മുരളീധരൻ അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പ് വേണ്ട എന്നൊരാവശ്യം പറഞ്ഞു. ആ ആവശ്യം പിന്നീട് സംസാരിച്ച് തീർത്തു. അദ്ദേഹത്തിന് പിന്നീട് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും നൽകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ പ്രശ്നവും പരിഹരിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ ആദ്യത്തെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ ചില അപസ്വരങ്ങളും തർക്കങ്ങളും നീണ്ടുപോകലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ അവസാന നിമിഷം മാറി. ഇതാ സമ്പൂർണ്ണമായി തന്നെ UDFന്റെ മന്ത്രിസഭ അധികാരമേൽക്കാൻ പോവുകയാണ്. ഇനി അതിന് 3/4 മണിക്കൂർ, വെറും 45 മിനിറ്റിന്റെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. കൃത്യം 10 മണിക്ക് തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആദ്യം വി.ഡി. സതീശനായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. പിന്നീട് ഓരോ മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തീർച്ചയായും അല്പസമയത്തിനകം തന്നെ 10 മണിയോടുകൂടി തന്നെ വി.ഡി. സതീശന്റെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്.